Let me drive to the left, to the right, 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 to the left. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ, ഒന്നല്ലേ ഉള്ളൂ, 10 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ മലയാള സിനിമ നടി മഞ്ജു പിള്ളയെ അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. മഴവിൽ മനോരമ എന്ന് പറയുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ആ ഒരു പ്രോഗ്രാമിലൊക്കെ ഉള്ള താരത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവരുടെ മകള്, അവരുടെ ഒരേ ഒരു മകളായിട്ടുള്ള ദയാ സുജിത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ചില വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ മഞ്ജുപിള്ള എന്ന് പറയുമ്പോൾ മലയാള സിനിമാ നടിയാണ്, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയാണ്. അപ്പോൾ അവരുടെ മകള് ഭയങ്കര മോഡേൺ ലുക്കിലൊക്കെ വന്നിട്ടുള്ള പല വീഡിയോസും ഫോട്ടോസുകളൊക്കെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം പബ്ലിക്കായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ അത് കാണുന്ന ആൾക്കാർ പലരും പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. നല്ലത് പറയുന്നവരുണ്ടാവാം, അത് കണ്ടിട്ട് നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരുണ്ടാവാം. അപ്പോൾ ഈ ഒരു പെങ്കൊച്ചിൻ്റെ ഇതുപോലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു കേട്ടോ. യൂട്യൂബറായിട്ടുള്ള ഷെഫീന ബീവി അവരത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാലോ, ഈ ഒരു വിഷയത്തിൽ ഈ വസ്ത്രധാരണം എല്ലാവരുടെയും ഒരു സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരുമാതിരിയൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കാണുമ്പോൾ അത് കാണുന്ന ആൾക്കാർ പ്രതികരിക്കും. അത് കണ്ടിട്ട് പിന്നെ ഇരുന്ന് ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഉള്ള ചില പെമ്പിള്ളാരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുണി കുറച്ച് കാണിക്കുന്നതാണ് വലിയ കാര്യം. വലിയ ഫാഷൻ ലുക്ക് അല്ലെ മോഡേൺ ലുക്ക് എന്നൊക്കെ പറയുന്നത് തുണി കുറച്ച് കാണിക്കുക, സ്വന്തം ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുക സോഷ്യൽ മീഡിയ വഴി. അതാണിപ്പോൾ വലിയ കാര്യമായിട്ട് കുറേ പെമ്പിള്ളാർ കാണുന്ന ഒരു കാഴ്ചപ്പാട് കേട്ടോ. അപ്പോൾ ഇതിനെതിരെയാണ് ഷെഫീന ബീവി ഈ ഒരു മഞ്ജു പിള്ളയുടെ മകൾക്കെതിരെയായിട്ട് കുറേ കാര്യങ്ങൾ അവർ വന്നിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വലിയ വിഷയമായിരിക്കുകയാണ് കേട്ടോ. ഈ പറയുന്ന മഞ്ജു പിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പെമ്പിള്ളേർ വന്നിട്ട് ഷെഫീന ബീവിയെ ഒരുപാടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ മഞ്ജു പിള്ളയുടെ മകൾ വീഡിയോസ് നമുക്ക് ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് ഷെഫീന ബീവി ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും കാണാം. Let me drive to the left, to the right, 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 to the left, to the നമ്മുടെ മഞ്ജു പിള്ളയുടെ ഒരേ ഒരു മകളായിട്ടുള്ള ദയാ സുജിത്ത്, ആ പെങ്കൊച്ചിൻ്റെ ഒരു ഭയങ്കര ട്രാൻസിഷൻ വീഡിയോസ് ഒക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. യൂട്യൂബിലും ഉണ്ട് കേട്ടോ, ഏകദേശം 1 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അതിലും ഏകദേശം ഇതേപോലുള്ള വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ് ഷെഫീന ബീവി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. ഇത് വലിയ ചർച്ചയായിരിക്കും. എന്തായാലും ഷെഫീന ബീവി ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. പക്ഷേ നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറേ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്കതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ചങ്ങോട്ട് എറിയണാണ് സ്വാതന്ത്ര്യം എന്ന്. ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നേ? ഈ തുണി പറിച്ചെറിയലാണ് സ്വാതന്ത്ര്യമൊന്നും. ഓക്കെ, ഇത് തള്ള വൈബിൻ്റെ ഒരു ഫോം ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് സുജിത്തിൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മഞ്ജു പിള്ളയുടെ മകൾക്ക് ഇങ്ങനെ തുണി പറിച്ചെറിഞ്ഞ് പൊതുസമൂഹത്തിന് ഞാനൊരു ഭയങ്കര മോഡലാണ് എന്ന് കാണിക്കാനും മാത്രമുള്ള എന്ത് തരം ഇതാണ് അമ്മയും അച്ഛനും ഫീഡ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. ഈ പെൺകുട്ടി കാണിക്കുന്ന പോക്കൃത്തരം കണ്ടാലും എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രസ് കോഡ്? ഞാൻ ആദ്യം ഈ കുട്ടി ഒരു ഓട്ടോറിക്ഷയിൽ നൈറ്റ് ഇട്ട് ഇറങ്ങി വരുന്നുണ്ടപ്പോൾ ചിരിച്ചിരുന്നു, ലൈക്ക് ഇട്ടിരുന്നു. കാരണം അതൊരു നല്ല ടൈമാണ്. ഇന്ന ഡ്രസ്സ് ധരിച്ച് നമ്മൾ ഇന്നടുത്ത് പോകാൻ പാടുള്ളൂ എന്നൊരു ഫോം ഉണ്ടല്ലോ. അതിൻ്റെ അർത്ഥം ഉടനെ ചട്ടിയും പാടി ഇട്ടുകൊണ്ട് വരിക എന്നല്ല. നിങ്ങൾ സ്വാതന്ത്ര്യം എന്നെ എന്തിനാണ് ഇങ്ങനെ വക്രീകരിക്കുന്നത്? നാണോ ഇല്ലേ തള്ളേ, ഒന്നല്ലേ ഉള്ളൂ, 10 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ?
ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ശ്രീലക്ഷ്മി അറക്കിൽ ഇന്നലെ മെനങ്ങാന്നൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരും, ആ സമയത്ത് ഏവനെങ്കിലും കയറിയാൽ മതി. അമ്മയും അതും അതാണ്, അവർക്ക് അതാണ് താല്പര്യം. ഞങ്ങൾക്കാർക്കും ആ താല്പര്യമില്ല. ഞങ്ങളുടെയൊക്കെ ദേഹത്ത് മറ്റൊരു പുരുഷൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത് പോലും സഹിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഷെഫീന ബീവി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അവരവരുടെ അഭിപ്രായം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ആ ഒരു രീതി, അതിലാണ് പലർക്കും ഇഷ്ടപ്പെടാത്തത്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെയൊക്കെ പബ്ലിക്കായിട്ട് ഇതുപോലുള്ള ഈ മോഡേണിന്റെ പേരിൽ അല്ലെങ്കിൽ ഫാഷനാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന ഈ വസ്ത്രധാരണത്തിൽ കാണിച്ചു കൂട്ടുന്ന ചില വൾഗാരിറ്റി അത് കാണുമ്പോൾ അത് കാണുന്ന ആൾക്കാർ പല രീതിയിൽ പ്രതികരിക്കും. ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നവർ മാത്രമേ ഇതുപോലുള്ള ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും പബ്ലിക്കായിട്ട് ഇടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കണം. വീഡിയോസ് ഇടും. ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നത് വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നതിന് പൈസയൊന്നും കിട്ടത്തില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷെഫീന ബീവി ഈ ഒരു വിഷയത്തിൽ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. പിന്നെ അവർ പറഞ്ഞ ഒരു രീതി അത് കുറച്ച് കടുത്തുപോയി എന്ന ഒരു അഭിപ്രായമാണ് എനിക്ക്. ഫാഷൻ ഷോയുടെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഇമാതിരി വൃത്തികേടുകളോട് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഷെഫീന ബീവിക്കെതിരായിട്ട് കുറച്ച് താരങ്ങൾ ഈ പറയുന്ന മഞ്ജുപിള്ളയുടെ മകളെ പിന്താങ്ങിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ പെമ്പിള്ളവർക്ക് പറയാനുള്ളത് കൂടെ ഒന്ന് കാണാം. ഹേ ഗായ്സ്, സോ ഈ കാണുന്ന ഈ കാണുന്ന ഡുണ്ടുമോസ്, ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ ഈ കാണുന്ന ഡുണ്ടുമോസിനെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഷീസ് ആൻ യൂട്യൂബ് നോ ഷീസ് നോട്ട് ആൻ യൂട്യൂബർ. ഷീ ഡസൻറ്റ് ഇൻഫ്ലുവൻസ് എനി വൺ. ഷീസ് നോട്ട് അറ്റ് ആൾ യൂട്യൂബർ. വെറുതെ കച്ചറ പോലെ അങ്ങ് ഫുൾ വീഡിയോസ് ഇങ്ങനെ പരത്തിയിടും അങ്ങോട്ട്. ഈ ഷെഫീന ബീബി പറഞ്ഞ തള്ള ഒരു 2 days ബാക്ക് ഒരു യൂട്യൂബിൽ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് ദയ സുജിത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ദ ഇൻഫ്ലുവൻസർ. ആൻഡ് പേഴ്സണലി ഐ ലൈക്ക് ഹർ very much. The way she inspire other girls, the way she motives other girls. She used to post some random bold photos. So ഇവർക്ക് ഇത് എന്തിനാ ഇത്രക്കും ഇവർ ഫ്രീഡമിനെ കുറിച്ച് ഇത്രക്കും ലെക്ചർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഫ്രീഡമിനെ കുറിച്ച് ലെക്ചർ ചെയ്യുന്ന ആളാണ് ഈ ഡ്രസ്സിങ്ങിനെ കുറിച്ച് അത്രക്കും ജഡ്ജ് ചെയ്ത് വൾഗറായി ഇത്രക്കും മോശമായി പറയുന്നത്. എന്ത് മെറ്റീരിയല്? ഗേൾസ് ഒരു ഷോർട്ട്സ് ഇട്ടാ പ്രശ്നം, സ്കിന്ന് കാണിച്ചാ പ്രശ്നം, ബ്ലൗസ് ഇച്ചിരി ഡീപ്പായ പ്രശ്നം, ക്ലീവേജ് കാണിച്ചാ പ്രശ്നം. ഇവരൊന്നും ഈ ലസ്റ്റ് കൺട്രോൾ ചെയ്യാത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ. മനസ്സിലായോ? നിങ്ങൾ പറയുന്നുണ്ട് ജനറേഷൻ ഗ്യാപ്പ് ആണെന്ന്. അതെ, ജനറേഷൻ ഗ്യാപ്പ് തന്നെയാ. നിങ്ങളൊക്കെ കാരണമാണ് ഈ ലോകം നന്നാവാത്തത്. നിങ്ങളെപ്പോലത്തെ ഒരു സ്ത്രീകള്. ഈ ഫ്രീഡം എന്ന് പറയുമ്പോൾ നിങ്ങളെ ചോയ്സ് മാത്രം റെസ്പെക്ട് ചെയ്യാനുള്ളതല്ല, മറ്റുള്ളവരുടെ ചോയ്സും കൂടി റെസ്പെക്ട് ചെയ്യാൻ ആദ്യം പഠിക്കണം. ഓക്കെ, നിങ്ങളൊക്കെ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സിങ് അല്ലേ നിങ്ങളിപ്പോഴും വെയർ ചെയ്യുക, ലൈക്ക് ജീൻസും ക്രോപ്പ് ടോപ്പും റെഡ് ലിപ്സ്റ്റിക് ഒക്കെ. ഡിഡ് എനിവൺ ജഡ്ജ് യു? അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അവരുടേതായ രീതിയുണ്ട്. നിങ്ങളെല്ലാവരും അവർക്ക് ചെലവിന് കൊടുക്കുക. ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട്സ്. മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിക്കണം. ഇവള് പറയുന്നുണ്ട് ഇവരുടെ അമ്മ ഇതൊന്നും കാണുന്നില്ലേ, നിങ്ങൾ എന്തിനാ അമ്മേനെ അച്ഛനൊക്കെ ഇടുന്നത്? ഷീസ് ആൻ ഏർണിംഗ് വുമൻ. അവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് അവളുടെ തീരുമാനമാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഈ പറയുന്ന ഷെഫീന ബേബി ഇത്രയൊക്കെ പറഞ്ഞല്ലോ. സോ നിങ്ങളെ ലൈഫിൽ നിങ്ങളൊന്ന് കുറച്ച് റിഫ്ലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പറയേണ്ട രീതിക്ക് പറയാം, അല്ലാണ്ട് ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് കളിച്ച് നടക്കരുത്. ഓക്കെ, എന്ത് തോന്നുന്നു ഈ പെങ്കൊച്ചി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ, ഒരു ഷോർട്ട്സ് ഇട്ടാൽ എന്താ കുഴപ്പം, അല്ലെ കുറച്ച് ക്ലീവേജ് കാണിച്ചാൽ, അല്ലെ സ്കിന്ന് കാണിച്ചാൽ എന്താ കുഴപ്പം? ഇതൊക്കെ കാണിക്കണമെന്ന് അത്ര നിർബന്ധമാണോ? കഷ്ടം തന്നെ. എന്തായാലും ഈ പെങ്കൊച്ച് പറഞ്ഞതിനോടും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞാനും ആ ഒരു തള്ളവേബ് ആയതുകൊണ്ടായിരിക്കാം കേട്ടോ, അങ്ങനെയൊക്കെ പലർക്കും തോന്നാം. എൻ്റെ അഭിപ്രായം ഇതാണ്. എന്തായാലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഇതിൽ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.